നമസ്കാരം. ഹലോ ഡോക്ടറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആത്മഹത്യ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് കൂടെയുള്ളത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആണ്. ലാൻസ് ആൻഡ് സൈക്കാട്രി ഫിസിക്കൽ ഹെൽത്ത് കമ്മീഷന്റെ ഗ്ലോബൽ സൗത്ത് അഡ്വൈസറി മെമ്പർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചാണ്. ഇന്ന് വളരെ കോമൺ ആയിട്ട് ഈ പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഇത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം, അതുമാത്രമല്ല ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലും കൗമാരപ്രായക്കാരിലും യൂത്ത് നമ്മൾ പറയുമല്ലോ, യൂത്തിന്റെ ഇടയ്ക്കുള്ള ഒരു മരണകാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ആത്മഹത്യയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. ആത്മഹത്യക്ക് പകരം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ വെൽബീയിങ്ങിനെ കുറിച്ച് ആണ് സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും നമ്മുടെ തൊഴിലിടങ്ങളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ പുറത്തുള്ള ഒരു സംസാരവും അന്തരീക്ഷവും നമുക്ക് സന്തോഷം തോന്നുന്ന പോസിറ്റീവ് ആകുന്ന, നമ്മൾ വെൽബീയിങ് എന്ന് പറയുമല്ലോ, വെൽബീയിങ്ങിന് പല തലങ്ങളുണ്ട്. അപ്പൊ ആ വെൽബീയിങ് കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ പരിഹാരം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഭാഗം. അപ്പൊ ഞാൻ കൂടുതൽ സമയം എങ്ങനെ നമ്മൾക്ക് വെൽബീയിങ് കൂട്ടാം എന്നതിനെ കുറിച്ച് പറയാം. കാരണം സ്കൂൾ തല കോളേജ് തല ഇടപെടലുകൾ എല്ലാം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വെൽബീയിങ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ആദ്യം പറയാം. രണ്ടാമത്തെ ഭാഗമാണ് ചിലർക്ക് ഇതിന് കൂടുതൽ സാധ്യത വരാം. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ അത് എൻ്റെ സഹപ്രവർത്തകർ, ഉദാഹരണത്തിന് ഞാൻ ഒരു മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ അത് തിരിച്ചറിയുകയും എനിക്ക് ഒരു കൈകോർക്കൽ, അതാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് ഒരു ആ സമയത്ത് കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൈത്താങ്, ഒരു കൈകോർക്കൽ നൽകുകയും, ഇനി അഥവാ നമുക്ക് ഇടപെടൽ ആവശ്യമുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിഷാദ രോഗമാണ്. അപ്പൊ എല്ലാ ആത്മഹത്യകളും വിഷാദ രോഗം മൂലമല്ല എങ്കിൽ പോലും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാനസികാരോഗ്യ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനവും ഇടപെടലിലൂടെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആത്മഹത്യ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ആ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും തൊഴിലിടത്തെയും സമൂഹത്തിന്റെ മൊത്തം കാര്യത്തിലും പോസിറ്റീവായിട്ട് മാറ്റം വരുന്ന ഒരു കാര്യമാണ് വിഷാദ രോഗത്തിന്റെ തിരിച്ചറിയലും ചികിത്സയും. അപ്പൊ ഇതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പ്രധാനമായും ആത്മഹത്യാ പ്രതിരോധത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ എങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഒരു സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ മാനസികാരോഗ്യവും, വെൽബീയിങ് ആണ് അതിന്റെ കൃത്യമായ വാക്ക്, വെൽബീയിങ് വർദ്ധിപ്പിക്കാം എന്നുള്ളതും. രണ്ട്, നമ്മളിൽ തന്നെ ചിലർക്ക് കൂടുതലായിട്ട് ആത്മഹത്യാ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യതകളെ എത്രയും നേരത്തെ തൊട്ടടുത്തുള്ളവർ തിരിച്ചറിയുകയും വേണ്ട ഇടപെടലുകൾ, ഇപ്പൊ വിഷാദരോഗത്തിന്റെ ചികിത്സയാണെങ്കിൽ അങ്ങനെ പലർക്കും അത് പല കാരണങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, വ്യക്തിബന്ധങ്ങളിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പെട്ടെന്നൊരു നിമിഷത്തെ ഒരു തോന്നലും ചിന്തയിലും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്നുള്ള കാര്യമാണ് ആത്യന്തികമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടപെടലുകൾ നമുക്ക് വീടുകളിൽ വേണം. സ്കൂളും കോളേജുകളും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഓർഗനൈസ്ഡ് സെറ്റിംഗ്. അപ്പൊ നമുക്കൊരു പരിപാടി കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ കോളേജുകളിലേക്കും കൂടി നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിൽ വരാം. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ നമുക്ക് ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തില് പൊതുവിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാരം, ഇപ്പൊ നമ്മൾ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനവുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഇനി ഒക്കെ നമ്മൾ അതിന്റെ ഒരു തീം ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്സ് എന്നാണ്. ആത്മഹത്യയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി തന്നെ നമ്മൾ മാറണം.
ആത്മഹത്യ എന്നാണ് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തോ ഒരു ആത്മഹത്യയെ കുറിച്ച് മാത്രമല്ല, പൊതുവിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്തോ ഒരു കുഴപ്പമുള്ള കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്ത എപ്പോഴും ഇതിന്റെ ഇപ്പൊ എനിക്ക് മനസ്സിന് പ്രശ്നം തോന്നുന്നെങ്കിൽ, വിഷമം തോന്നുവാണെങ്കിൽ എൻ്റെ കൂടെ അടുത്തിരിക്കുന്ന ആളോട് അത് പറയാൻ എനിക്ക് തോന്നണം. എൻ്റെ വീട്ടുകാരോട് അത് പറയാൻ എനിക്ക് തോന്നണം. ഇറ്റ്സ് ഓക്കെ ടു ടോക്ക്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചർച്ച ചെയ്ത ഒരു അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ നമ്മുടെ ബാൻഡ്രായിട്ട് ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് എന്നുള്ളതാണ്. അത് ഒരു സാധാരണ കാര്യമായിട്ട് മനസ്സിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിനെ കുറിച്ച് എല്ലാ തലങ്ങളിലുമുള്ള സാധാരണ സംഭാഷണങ്ങളിൽ കൊണ്ടുവരാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇത്രയുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാൻ. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ മെന്റൽ വെൽബീയിങ്ങിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് എന്നൊരു എന്നതിനെക്കുറിച്ച്. എന്നാൽ പലപ്പോഴും ഉള്ളതാണ് നമുക്കൊരു ചെറിയ ജലദോഷം വന്നാൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോകും. അതേസമയം ഒരു വിഷാദരോഗം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവർക്കും ഒരു താല്പര്യക്കുറവാണ് ഡോക്ടറെ സമീപിക്കാൻ. അതെങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പനിയും തലവേദന മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്ത് ഒരാളിന് ഒരു നെഞ്ചുവേദന വന്നു, അല്ലെ നമ്മുടെ വീട്ടിനടുത്ത് ഒരാളിന് നെഞ്ചുവേദന വന്നാലേ പെട്ടെന്ന് ആള് കൂടും, വണ്ടി പിടിക്കും, കാഷ്വാലിറ്റി കൊണ്ടുപോകും, അല്ലെ ECG എടുക്കും, ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ നമ്മൾ സ്റ്റെന്റ് ഒക്കെ ഇട്ടിട്ട് രക്തക്കുഴലിലെ തടസ്സത്തെ പെട്ടെന്ന് തന്നെ നീക്കും, നെഞ്ചുവേദന മാറും. നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ, ഇത് നമ്മുടെ ഒരു സഹായം തേടുന്നത് ഒരു സാധാരണ കാര്യമാണ് എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിന് നമ്മൾ വീടുകൾ തൊട്ട് സ്കൂളുകളിലും കോളേജുകളിലും തൊഴിലിടങ്ങളിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ മാനസികാരോഗ്യം കൂടി വരണം എന്നുള്ളതാണ്. വെൽബീയിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഞാൻ കുറച്ച് സമയം ഈ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് പാടുള്ള സങ്കീർണമായ വാക്കുകളും നിർവചനങ്ങളും കൊണ്ടുവരുന്നതിലൊന്നും കാര്യമില്ല. അതൊന്നും നമ്മളെ സഹായിക്കത്തില്ല. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികവും മാനസികവും ഒന്ന് സാമൂഹികവുമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട്. നമ്മളിപ്പോ എന്താണ് നമ്മുടെ വെൽബീയിങ് കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ചുരുക്കി NESST എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു അക്രോണിം പറയാറുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വെൽബീയിങ്ങിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പൊ നമ്മളുടെ പൊതുവിൽ ഇപ്പൊ കേരളത്തിലെ ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പൊതുവിൽ കഴിക്കുന്ന ധാന്യത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അത് കുറച്ച് കുട്ടികളും മുതിർന്ന ഒരാളാണെങ്കിൽ 400 ഗ്രാം പച്ചക്കറികളും 100 ഗ്രാം പഴവും ഉൾപ്പെടെയുള്ള ഒരു 6 സ്ലൈസ് ബ്രെഡിന്റെ അത്രയും മതി ഒരു ദിവസത്തെ ധാന്യം. ഈ ചോറും ചപ്പാത്തിയും എല്ലാം ചേർത്ത് അതിനേക്കാൾ വളരെ കൂടുതലാണ്. നമ്മൾ ഈ പ്ലേറ്റ് നിറച്ച് ചോറ് കഴിക്കുന്ന രീതി മാറ്റിയിട്ട് സ്കൂളുകളിലൊക്കെ ഇപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പച്ചക്കറിയുടെ അളവ് കൂടിയിട്ടുണ്ട്, നല്ല കാര്യം. അതുപോലെ ഇപ്പൊ വറുത്ത സാധനങ്ങളുടെ കാര്യത്തിൽ അടുത്ത സമയത്ത് വീണ്ടും ചർച്ച വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഒക്കെ കുറച്ചുകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണം, അത് നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തത് എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും, വിഷാദത്തെ തടയും, വിഷാദ രോഗം ഉള്ളവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനും കൂടി എക്സസൈസ് സഹായിക്കും. നമുക്കറിയാം എല്ലാ ജീവിതശൈലി, ക്യാൻസർ ഉൾപ്പെടെ, ഹാർട്ട് അറ്റാക്കും ഡയബറ്റീസും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കണം എന്നുള്ളത്. അത് എക്സസൈസ്. കോൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ ഡോക്ടർ. മലപ്പുറത്ത് നിന്നും രഘു നമ്മുടെ കൂടെ ചേരുകയാണ്. രഘു, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. പറയൂ ശ്രീ രഘു. പറയൂ സർ. മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഞാനത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നല്ലത്. ഓക്കെ, ശരി, ഞാൻ ശരിയാവും. അല്ല, ഇതെനിക്ക് വല്ലാതെ സന്തോഷമായി തോന്നി. ഏതൊരാളും ആത്മഹത്യാ പ്രവണത കാണിക്കും എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് വല്ലാതെ സന്തോഷം തോന്നിയത്. കാര്യം അതങ്ങനെയൊക്കെയാണെന്ന് അറിയാം. നമ്മൾ കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയിഡ് ആയിരുന്നു. ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില നേരങ്ങളിലെ ചില ഫ്രസ്ട്രേഷൻസ്, നമുക്കുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് ഒറ്റപ്പെടലും എല്ലാം വരും, അല്ലേ? ലോൺലിനെസ്, കേട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിൽ ഓൺലൈൻ ഇത് കിട്ടാറില്ല എനിക്ക്. ഞാൻ ഒരിക്കലും അപ്പൊ അത് വല്ലാതെ സന്തോഷം. അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. സോറി, ഞാൻ പറയാം. പിന്നെ ഏജ് 68 ആണ്. പിന്നെ 68 ആണ്. എല്ലാം ഓക്കെയാണ്. കാര്യം കുട്ടികൾ 2 പേരുണ്ട്.
മാരീഡാണ്, ആൺകുട്ടി പെൺകുട്ടി, അവരൊക്കെ എല്ലാം ഓക്കെയാണ്. എങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ പഴയ ഒരു കാലത്തിന്റെ ചില ഓർമ്മകളും കാര്യങ്ങളും ഈ വായനയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉള്ളത് കൊണ്ട് പറയുന്ന അറിയാണെങ്കിൽ തടയണം. അപ്പോ വായനകളിലേക്കൊന്നും ഇപ്പൊ പോകാനും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് വല്ലാതെ ഈ ഒരു തോന്നലുണ്ടാവും. അതെ അതെ, വളരെ നന്ദി സർ. ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഈ വരുന്ന വേറെ കുറെ പ്രശ്നങ്ങളാണ്. കുട്ടികൾക്കാണെങ്കിൽ പഠിത്തത്തിന്റെ പ്രശ്നം, പിന്നെ യുവാക്കൾക്ക് തൊഴിലിന്റെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രായത്തിലും ഓരോ തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആത്മഹത്യ ചിന്ത കൂടുന്നത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇത് എല്ലാ സങ്കടവും ആത്മഹത്യയല്ല, എല്ലാ പ്രശ്നങ്ങളും ആത്മഹത്യയുമല്ല. അതിൽ തന്നെ ഞാൻ ഈ വിഷാദ രോഗത്തിന്റെ ഒരു ലക്ഷണങ്ങൾ ചുരുക്കി ഒന്ന് പറയാം. കാരണം അത് നമ്മളെല്ലാവരും കുറച്ചുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കുകയും നമ്മളിൽ ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ജീവിത കാലം മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1/4 ആളുകൾക്ക് ഈ ഇത്തരം വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ വരാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പൊ അതിന് മനസ്സിന് സങ്കടവും വിഷമവും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് വിഷാദ രോഗമാണെന്ന് സംശയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ തേടുകയും വേണം എന്നുള്ളതാണ്. ആദ്യത്തേത് മനസ്സിന്റെ സങ്കടവും വിഷമവുമാണ്. രണ്ടാമത്തേത് താല്പര്യക്കുറവാണ്. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ TV കാണുക, അതല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കാര്യം പറയുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ജോലി ചെയ്യുക, ഇപ്പൊ പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. മൂന്നാമത് ക്ഷീണം, തളർച്ച. രാവിലെയൊക്കെ എണീക്കുമ്പോൾ എണീക്കാൻ തോന്നുന്നില്ല, അങ്ങ് കിടന്നാൽ മതി എന്നുള്ള ചിന്ത. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തോടുള്ള ഒരു താല്പര്യക്കുറവ്. ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, വിഷാദം വരുമ്പോൾ കൂടുതലായിട്ട് ഭക്ഷണം, പക്ഷെ കൂടുതൽ പേർക്കും വിശപ്പില്ല, കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാരം കുറയുക. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ബ്ലൗസ് ഒക്കെ ലൂസാവും, ഉടുപ്പിന്റെയൊക്കെ അളവ് ചെറുതാവും, അങ്ങനെ ഭാരം കുറയുക. ഇനിയാണ് ഉറക്കക്കുറവ്. ഉറക്കക്കുറവാണ് ഇതിന്റെ ഒരു ബയോളജിക്കലി. കാരണം പലപ്പോഴും ചെന്ന് കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെളുപ്പിന് 2-3 മണിയായി ഉറക്കം ഉണർന്ന് പിന്നെ ഉറക്കം കിട്ടാതിരിക്കുക. അപ്പൊ ഉറക്കക്കുറവും വിശപ്പ് കുറവുമാണ് ജൈവശാസ്ത്രപരമായ വിഷാദ രോഗത്തിന്റെ ലക്ഷണം. ഇതോടൊപ്പം ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള ചിന്ത, പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഉറക്കക്കുറവ്, സങ്കടം, വിഷമം, ഇങ്ങനെയുള്ള ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള ഞങ്ങൾ തന്നെ വാലിഡേറ്റ് ചെയ്ത ഒരു പ്രൈമറി കെയർ സ്ക്രീനിങ് ക്വസ്റ്റനെയർ ഉണ്ട്. അതിൽ 4 ചോദ്യമേ ഉള്ളൂ. SITS എന്നുള്ള ചെറിയ ചുരുക്കപ്പേരിൽ നമ്മൾ ഓർക്കാം. സ്ലീപ്പ്, ഉറക്കക്കുറവ്; ഇൻട്രസ്റ്റ്, താല്പര്യക്കുറവ്; ടയേർഡ്നെസ്, ഭയങ്കര ക്ഷീണം; യെസ്, സ്ലീപ്പ്, ഉറക്കമില്ല. ഇങ്ങനെയുള്ള 4 ലക്ഷണങ്ങളിൽ 2 എണ്ണമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു മാനസികാരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടണം എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിൽ, അത് മറ്റ് പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ നിന്നൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ പറയൂ. സാറേ, മാഡം, ഞാൻ കൊച്ചിയിൽ നിന്ന് വിളിക്കണേന്ന്. ഹലോ, പറയൂ മാഡം, കേൾക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നാളായിട്ടൊരു വല്ലാത്തൊരവസ്ഥ, ഉറക്കം തീരെ കിട്ടണില്ല, ഭയങ്കര പ്രയാസം. പിന്നെ അതെ, ഞാൻ അതിനെക്കുറിച്ച് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഏതാണ്ട് 9ഓളം ലക്ഷണങ്ങളുണ്ട്. അതില് 2 ആഴ്ചയോളം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ഒന്ന് ചുരുക്കി 4 ലക്ഷണങ്ങളായിട്ട് പറയാം. പ്രൈമറി കെയർ സ്ക്രീനിങ് ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞ് നമ്മളുടെ തന്നെ ഒരു ടൂൾ ഇപ്പം അത് മറ്റു രാജ്യങ്ങളിലോട്ടും വാലിഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതില് SITS എന്നുള്ള ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്. അതില് ഉറക്കക്കുറവ്, താല്പര്യക്കുറവ്, ഭയങ്കര ക്ഷീണം, ഇങ്ങനെയുള്ള ക്ഷീണം, തളർച്ച, ഭയങ്കര സങ്കടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ 2 ലക്ഷണം എങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷാദമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ആരെ കാണണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കേരളത്തില്
ഇന്ത്യയിൽ മുഴുവൻ ഒരു ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള CHC PHCകളിൽ ഒരു പ്രത്യേക ദിവസം ഡോക്ടർമാർ വരും. ഇത് കൂടാതെ തന്നെ ആശ്വാസം എന്നുള്ള ഒരു പരിപാടി കേരളത്തിലെ മാത്രം നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. അത് അനുസരിച്ചിട്ട് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ ഇതിന്റെ ചികിത്സയും മരുന്നും ലഭ്യമാണ്. പിന്നെ ഇതില് ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞ ഉടനെയും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അത് പ്രധാനപ്പെട്ട ഒരു റിസ്ക് ആണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഹോർമോൺ മാറ്റങ്ങളൊക്കെ വരുന്ന അവസ്ഥയായതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നോക്കാൻ വേണ്ടി പെരിനേറ്റൽ, അതായത് പിന്നെയും കുറച്ചു നാൾ കൂടി അത് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രി അത് മാനസികരോഗ വിദഗ്ധനുണ്ടെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി തന്നെ ഇതിനുള്ള വിഷാദരോഗത്തിന്റെ ചികിത്സ അപ്പൊ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മാഡം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് നമുക്ക് വിഷാദരോഗം ആണെങ്കിൽ നമുക്ക് ചികിത്സിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് മറ്റു കാര്യങ്ങൾ, എല്ലാ സങ്കടങ്ങളും വിഷാദരോഗമല്ല. ഡോക്ടർ, മറ്റൊരു ചോദ്യം, എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും പറയാറുള്ള ഒന്നാണ്, നമ്മളൊരു അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിന് പകരം അതിനു മുമ്പേ അതിനുള്ള കരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സേവനങ്ങളുണ്ട്, ഇതിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സേവനങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് വിശദീകരിക്കാമോ? ഇതിന്റെ പ്രതിരോധത്തില് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിലേക്ക് നയിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞത് വിഷാദരോഗത്തിന്റെ ലക്ഷണമാണ്. ഇത് വിഷാദരോഗം ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹപ്രവർത്തകർ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ഒരുപാട് സാമൂഹിക കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തൊഴിലിടത്തെ പ്രശ്നങ്ങളാകാം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ മോശമായിരിക്കുന്ന അല്ലെങ്കിൽ സങ്കീർണമായ സ്ഥലങ്ങളിൽ ഒക്കെ ഇതിന്റെ ഒരു കാരണം സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് സാമൂഹികമായ പരിഹാരങ്ങൾ തന്നെ വേണം. പക്ഷേ നമുക്ക് ഈ ആത്മഹത്യാ പ്രതിരോധത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഒരു കോപ്പിംഗ് നേരിടാനുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ് ഹോൾഡിങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹവും കുടുംബങ്ങളും ക്ലാസ്സുകളാണെങ്കിൽ കൂട്ടുകാരും ഒക്കെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ഇതിന്റെ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ്. ആ ഒന്നിച്ചു നിൽക്കുന്നത് കൂടുതൽ റിസ്ക് ഉള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അവർ പറയുന്ന എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എന്നെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് മനസ്സിന്റെ പ്രശ്നമല്ലേ, അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, ഞാൻ പറഞ്ഞാൽ അത് അവരുടെ കുടുംബകാര്യമല്ലേ, ഞാൻ ഇടപെടുന്നത്, ഞാനത് ചോദിക്കുന്നത് ശരിയാണോ എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരും. പക്ഷേ അത്തരത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളിന് അത്തരം നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മൾ അത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ അതിനെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. നമ്മളത് ചോദിക്കുകയും അവർ പറയുന്ന കേൾക്കുകയും അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പരിപാടികളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ വെൽബീയിങ്ങിനെ കുറിച്ച് സംസാരിക്കാം, കാരണം വെൽബീയിങ് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ ഭക്ഷണത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും പറഞ്ഞു. കുട്ടികൾ കളിക്കാൻ, നമ്മൾ കേരളത്തിൽ ഇപ്പൊ സുംബയൊക്കെ തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ഫിസിക്കൽ ആക്ടിവിറ്റി, അപ്പൊ നമ്മൾ എല്ലാവരും വളരെ സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തും, സ്ട്രെസ് ഒന്നും ഇല്ലെങ്കിലും അത് പ്രതിരോധിക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ വളരെ, നമ്മൾ അസുഖം വന്നാൽ മരുന്ന് കഴിക്കും, പക്ഷെ മരുന്നിനേക്കാൾ പ്രധാനമാണ് നമ്മൾ ഓടുകയോ ചാടുകയോ നടക്കാൻ പോവുകയോ കുട്ടികൾ കളിക്കുകയോ ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. മൂവിങ് അത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ നമ്മുടെ ഉറക്കമാണ്. നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. എല്ലാവരുടെയും ഉറക്കം ഇപ്പൊ കുറവാണ്, പല കാരണങ്ങൾ കൊണ്ട്. അത് ഇന്റർനെറ്റിന്റെ ഉപയോഗം കാരണം, ജോലി തിരക്ക് കാരണം, ഷിഫ്റ്റ്, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ഈ ഉറക്കം മനസ്സിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്. ഇതൊരു പുതിയ ന്യൂ വേവ് സൈക്കോതെറാപ്പിയാണ്. അപ്പൊ ഇതിൽ സാധാരണ നമ്മൾ പ്രശ്നം എന്താ എന്നാണ് ചോദിക്കുന്നത്. ഈ സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ചിൽ നമ്മൾ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നത്, അതിന് പകരം എന്താണ് പരിഹാരം എന്നുള്ളത്. അപ്പൊ ഇനി ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ചിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും സംസാരിക്കാം. ഇത് പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും നമ്മൾ എപ്പോഴും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം ആരൊക്കെയുണ്ട് നമ്മളെ സഹായിക്കാൻ,
എന്തൊക്കെയാണ് നമുക്കുള്ള റിസോഴ്സസ്. എല്ലാ പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രശ്നം മാത്രമല്ല, നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ കാണും, നമുക്ക് മറ്റ് റിസോഴ്സസ് കാണും. ഈ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കത്തില്ല. അപ്പൊ ഈ സൈക്കോളജിക് ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടുള്ള മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളെ കുറിച്ച് വീണ്ടും സംസാരിക്കുമ്പോൾ അതൊരു ട്രോമയാണ്, റീലിവിങ് ദ ട്രോമയാണ്. അപ്പൊ അതിന് പകരം പരിഹാരങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. പിന്നെ നമ്മുടെയൊക്കെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ് വെൽബീയിങ്ങില്. കാരണം സ്ക്രീനിന്റെ ഉപയോഗം കൊണ്ട് മറ്റു പല കാരണങ്ങളും, ഒരുപാട് യൂട്യൂബും ചാനലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഉപയോഗം അത് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരിഹാര കേന്ദ്രിതമായ സമീപനം എങ്ങനെയായിരിക്കണം? ഈ പരിഹാര കേന്ദ്രീകൃതമായ സമീപനമാണ് ഞാനിപ്പോ നേരത്തെ ചുരുക്കി പറയാൻ ശ്രമിച്ചത്. അത് ഒരു നമ്മൾ അതിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ആദ്യം അതിൽ ഗോൾ സെറ്റിംഗ് ആണ്. അതായത് നമ്മൾ വാട്ട് വുഡ് യു ലൈക്ക് ടു അച്ചീവ്. നമ്മളിപ്പം പരീക്ഷ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ എന്തായിരിക്കും? പരീക്ഷ ജയിക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് അതിനിപ്പോഴുള്ള നമ്മൾ ഫ്രെയിംസ് എന്ന് പറയും. പ്രിഫേർഡ് ഫ്യൂച്ചർ എന്താ, അതിന്റെ ചുരുക്ക പേരിലാണ് ഫ്രെയിംസ്. അതിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പരീക്ഷയിൽ ജയിക്കണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തീർക്കണം എന്നുള്ളതാണ്. അതിന് രണ്ടാമത്തെ റിസോഴ്സസ് അവൈലബിൾ. അതിനുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോഴുള്ളത്? പലപ്പോഴും നമ്മൾ ആ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമുക്കതില് കൂട്ടുകാരോട് ഇരുന്ന് ഒന്നിച്ചു വായിക്കാം. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള, ഇപ്പൊ പ്രത്യേകിച്ചും ഈ സാമൂഹിക സാഹചര്യം, കുടുംബത്തിൽ വീട്ടില് പ്രശ്നങ്ങളുള്ള കുട്ടികൾ കാണും. അച്ഛന്റെ മദ്യപാനം, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ ഇത്തരം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിലുള്ളതെങ്കിലും അവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയോടൊപ്പം നിൽക്കാൻ, അതിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു ബന്ധുവോ അയൽക്കാരോ ടീച്ചർമാരോ കാണും. ടീച്ചർമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഇതിലുള്ളത്. ടീച്ചർമാര് സോഷ്യൽ എഞ്ചിനീയർമാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അധ്യാപകർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇതില് എന്നിട്ട് നമ്മൾ അതിന്റെ എനിക്കൊന്ന് വിശദമായിട്ട് പിന്നെ ഒരു സമയത്ത് സംസാരിക്കാം. ഞാനിപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ വീണ്ടും പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ദാറ്റ് വി ക്യാൻ ടേക്ക്. ഇപ്പൊ നമുക്ക് എന്ത് ആണ് ആദ്യം വലിയൊരു ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോ പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നതാണ്, വണ്ടി ഓടിക്കണം, ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് എന്താ? അതിന് റിസോഴ്സസ് വേണം. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരണം എന്നുള്ളത്. ഡോക്ടർ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഹെലോ ഡോക്ടറിൽ സംസാരിച്ചത് ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചും അതിനെതിരായിട്ടുള്ള മെഷേഴ്സിനെ കുറിച്ചുമാണ്. താങ്ക് യു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഇന്ദു PS ആണ്.